എൻ്റെ പേര് ലിസി ജെയിംസ്. ഞാൻ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിരുന്നതിൽ ഒന്നാമത്തെ നിയോഗം എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലെ വസ്തു വിൽക്കുന്നതിനെക്കുറിച്ചായിരുന്നു. 10 വർഷമായിട്ട് അത് വിൽക്കാതെ കിടന്നിരുന്നു. ഇവിടെ നിന്ന് നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി ഞാൻ അവിടെ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുകയും അതവിടെ ഇടുകയും ചെയ്തതിൻ്റെ ഫലമായി നല്ല രീതിയിൽ ആ വസ്തു വിൽക്കുവാൻ സാധിച്ചു. പിന്നെ എൻ്റെ മകന് കാനഡയിൽ പോകാനായിട്ട് PTA എക്സാം എഴുതാനായിട്ട് ഇരുന്നു. മോൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് പരീക്ഷ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിപ്പോയി. അതിനുശേഷം എക്സാം എഴുതി. എക്സാം ഭയങ്കര പാടായിരുന്നു. അമ്മ എനിക്ക് കിട്ടുകയില്ല, ഭയങ്കര പാടായിരുന്നു എന്നോട് പറഞ്ഞു. ഞാനത് സബ്മിറ്റ് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ വിഷമിക്കേണ്ട, പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കും. അവൻ്റെ കൂടെ തൃശ്ശൂരായിരുന്നു അവന് സെൻറ്റർ കിട്ടിയത്. കൂട്ടുകാരനുമായിട്ടാണ് പോയി എഴുതിയത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കൂട്ടുകാരൻ്റെ റിസൾട്ട് വന്നു. അവൻ ഫെയിലായി. പക്ഷേ കൊച്ചിൻ്റെ റിസൾട്ട് അന്നും വന്നില്ല, പിറ്റേ ദിവസം വന്നില്ല, അതിന് പിറ്റേ ദിവസവും വന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ലമ്മേ എനിക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, നീ വിശ്വസിക്കുക, നിനക്ക് കിട്ടും. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലി കാഴ്ചവെച്ചിരുന്നു. ആ ജപമാല ചൊല്ലി കാഴ്ചവെച്ചപ്പോൾ 3 മണി സമയം വെളുപ്പിന് എന്നെ വിളിച്ച് എൻ്റെ മകൻ പറഞ്ഞു, അമ്മ മെയിൽ വന്നു, ഞാൻ പാസ്സായി, 65% മാർക്കോടുകൂടി ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പോകുമായിരുന്നു. അതിന് ബസ് കയറി വേറൊരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കും. കാരണം ഓട്ടോറിക്ഷയിലും കടകളിലുമൊക്കെ കൊടുക്കുമായിരുന്നു. കടകളിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്തപ്പോഴത്തേക്ക് ആ മെഡിക്കൽ സ്റ്റോർ ഉടമ എന്നോട് പറഞ്ഞു, വേറെ വല്ല പണിക്കും പോവും, ഇതും കൊണ്ട് നടക്കുന്നവരെ ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഉറപ്പായിട്ടും എൻ്റെ മകൻ ജയിക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ സഹോദരൻ എന്നോട് പറഞ്ഞതിൽ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല, എനിക്ക് സന്തോഷമായിരുന്നു തോന്നിയത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, എൻ്റെ അമ്മേ, എന്നെയല്ല പറഞ്ഞത്, അമ്മയെ പറഞ്ഞത്, അമ്മ ആ മകനോട് ക്ഷമിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പത്രമെല്ലാം കൊടുത്തു. പിന്നെ എൻ്റെ മകൻ കാനഡയ്ക്ക് പോകാനായിട്ട് ലോണിന് അപേക്ഷിക്കണമായിരുന്നു. അപ്പോൾ ലോണിന് അപേക്ഷിക്കണമെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം ചെയ്തപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തെ റോഡ് അത് പഞ്ചായത്ത് റോഡല്ലായിരുന്നു. 63 വർഷമായിട്ട് അത് പഞ്ചായത്ത് റോഡല്ല.